ജേർണലിസ്റ്റ് ഡിന്നി, ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതിയിൽ ഒരു ഹർജി എത്തിയിരിക്കുകയാണ്. ഈ TVK എന്ന് പറയുന്ന പാർട്ടിയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കണമെന്ന ആവശ്യം മദ്രാസ് ഹൈക്കോടതിയുടെ മുന്നിൽ വരികയാണ്. അപ്പോൾ ഈ ശൈശവദശയിൽ നിൽക്കുന്ന ഈ പാർട്ടി ഇപ്പോൾ തന്നെ അപ്രസക്തമാകുന്നു. അതിൻ്റെ നായകൻ തന്നെ തീർത്തും ഈ രാഷ്ട്രീയ ജീവിതം അദ്ദേഹത്തിന് പറ്റില്ല എന്ന് വളരെ കൃത്യമായി അദ്ദേഹം വ്യക്തിപരമായി തന്നെ തെളിയിച്ച മണിക്കൂറുകളാണ് കഴിഞ്ഞ രാത്രി നമ്മൾ കണ്ടത്. അപ്പോൾ സ്വാഭാവികമായും ഈ പാർട്ടിയുടെ അന്ത്യമാണോ നമ്മൾ ഇനി വരും മണിക്കൂറുകളിൽ കാണാൻ പോകുന്നത്? ഞാൻ അങ്ങനെ കരുതുന്നില്ല മാം. അതിന്റെ കാരണം അങ്ങനെ ഒരു എന്താ പറഞ്ഞ ഒരു വിധി എഴുതാൻ ആയിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ ആ പോയിന്റ്, അതായത് ഇത് ഒരു കാൽക്കുലേറ്റഡ് ആയിട്ട് ഒരു പ്ലാൻഡ് ആയിട്ട് ചിലപ്പം ആരെങ്കിലും ഒക്കെ ആഗ്രഹിച്ചതുപോലെ ആവാം ഇത് വന്നത് എന്ന് എൻ്റെ ആ ഉറച്ച ഒരു എന്താ പറയുക ഒരു ചോദ്യമെന്നോ അല്ലെങ്കിൽ അതിനൊരു കോൺസ്പിറസി എന്നുള്ളൊരു വേർഡ് ഞാൻ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം അതിനൊരു നെഗറ്റീവ് കോണറ്റേഷൻ ഉണ്ട്. പക്ഷെ ആരെങ്കിലും ഒക്കെ ഇതുപോലെ ആഗ്രഹിച്ചിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത് തീർച്ചയായിട്ടും DMK ഗവൺമെന്റിന്റെ ഉള്ളിൽ തന്നെയാണ് എന്നുള്ളത് യാതൊരു സംശയമില്ല. നോക്കൂ, ഞാൻ പറഞ്ഞ കാര്യത്തിന് അതിന്റെ ഒരു ബലം കൊടുക്കുന്നതാണ് നേരത്തെ ശ്രീ അഡ്വക്കേറ്റ് സേനാപതി വേണു ആയാലും ശരി, ഡോക്ടർ മോഹൻ വർഗീസ് സർ ആയാലും ശരി, അവർ രണ്ടുപേരും അതേ പോയിന്റ് ആണ് പറഞ്ഞത്. മാഡം പറയുന്ന ഇതേ പോയിന്റ് തന്നെ. അതായത് ഈ ഒരു സംഭവത്തിലൂടെ ശ്രീ വിജയുടെ പൊളിറ്റിക്കൽ കരിയർ ഏകദേശം അവസാനിച്ചു അല്ലെങ്കിൽ ഏകദേശം അവസാനിക്കാൻ പോകുന്നു എന്നുള്ള ഒരു രീതിയിലേക്ക് ഒരു സംസാരത്തിലേക്ക് വന്നു. ഇത് ആരായിരുന്നു ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത്? അത് DMK ഗവൺമെന്റ് തന്നെയാണ്. എന്തുകൊണ്ടാണ് DMK ഗവൺമെന്റ് ഇത് ആഗ്രഹിക്കുന്നത്? നോക്കൂ, ശ്രീ വിജയ് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം DMKയുടെ രാഷ്ട്രീയം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ദേശീയതയുടെ രാഷ്ട്രീയമോ അല്ലെങ്കിൽ BJPയുടെ രാഷ്ട്രീയമല്ല പറഞ്ഞത്. അദ്ദേഹം ലെഫ്റ്റ് ഓഫ് സെന്റർ രാഷ്ട്രീയമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അദ്ദേഹം ദ്രാവിഡിയൻ രാഷ്ട്രീയത്തില്, മാർക്സിസ്റ്റ് രാഷ്ട്രീയത്തില്, അംബേദ്കറിസം രാഷ്ട്രീയത്തില്, ആ രാഷ്ട്രീയത്തിലാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും കൂടുതൽ അദ്ദേഹം ആ രീതിയിലുള്ള രാഷ്ട്രീയമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അദ്ദേഹം പൗരത്വ ബില്ലിനെ എതിർത്തു, നീറ്റ് എക്സാമിനേഷൻസിനെ എതിർത്തു. ആ രീതിയിൽ അതായത് DMK എന്താണോ ചെയ്യുന്നത് അതിന് അദ്ദേഹം അതിലും കൂടുതൽ അദ്ദേഹത്തിന്റെ ഫാൻസും മറ്റുമായിട്ടുള്ള രീതിയിലേക്ക് ഉണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ ത്രെട്ടൻ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇതിനെ ഈ വളർച്ചയെ തടയാനുള്ള ആവശ്യം ശ്രീ സ്റ്റാലിൻ ഗവൺമെന്റും അല്ലെങ്കിൽ DMK ഗവൺമെന്റ് തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പൊ അവിടുത്തെ യാഥാർത്ഥ്യം എന്താണ്? ഇപ്പം തമിഴ്നാട്ടിലും തുടർച്ചയായിട്ട് ഈ ഭരണം മൂലം ഒരു ആന്റി ഇൻകംബൻസി DMK ഗവൺമെന്റ് വന്നിരിക്കുന്നു. അതിനകത്ത് നമുക്ക് ആർക്കും അതിനൊരു സംശയമില്ലല്ലോ. ശ്രീ അരുണൊക്കെ അവിടെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്. അതായത് കാരണം ധാരാളം കറപ്ഷൻ നടക്കുന്നു. ഇപ്പൊ സെന്തിൽ ബാലാജിയുടെ കാര്യം തന്നെ പറഞ്ഞു. അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് റിസൈൻ ചെയ്തത്? അത് മുൻകാലങ്ങളിലാണ് തന്നെ അതുപോലത്തെ ഒരു മിനിസ്റ്റർ ഈ ഗവൺമെന്റ് ഉണ്ടായിരുന്നു എന്ന് ഒരു പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഉദയനിധി സ്റ്റാലിൻ അടുത്ത മുഖ്യമന്ത്രി ആവും എന്നുള്ള രീതിയിലേക്ക് വരുന്നു. അതായത് ഒരു കുടുംബ ഭരണത്തിലേക്ക് വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു പെർസെപ്ഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. അത് ധാരാളം ആളുകൾക്ക് അത് ഇഷ്ടമല്ല, അല്ലെങ്കിൽ തമിഴ് ആളുകൾക്ക് അത് വേണ്ട എന്നുള്ള രീതിയിലേക്ക്. അപ്പൊ ഈ ക്രൗഡ് അത് വെറും ഒരു ഫാൻസ് ക്ലബായിട്ട് കാണുന്നത് നമ്മൾ തെറ്റായിരിക്കും. കാരണം ധാരാളം ഈ ഗവൺമെന്റിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആളുകളും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നേരത്തെ ശ്രീ ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞതിന്റെ അതായത് ഫാൻ ക്ലബിന് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് 85,000 ഫാൻ ക്ലബ്സ് തന്നെ ഉണ്ട് തമിഴ്നാട്ടിൽ. അതിനകത്ത് ഓരോ ഫാൻ ക്ലബ്സിലും മിനിമം 25 പേരുണ്ട്. അപ്പൊ ഈ വിജയ് ചെയ്തെന്ന് വെച്ചാൽ ആദ്യം ഈ ഫാൻ ക്ലബ്സിന്റെ ഒരു നെറ്റ്വർക്ക് അദ്ദേഹം സൃഷ്ടിച്ചു തമിഴ്നാട്ടിൽ. കാരണം നമുക്ക് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ കണ്ടുകൊണ്ടാണ് അദ്ദേഹം ആദ്യം ഇതുപോലത്തെ ഒരു നെറ്റ്വർക്ക് സൃഷ്ടിച്ചിട്ട് അവിടെ ധാരാളം സോഷ്യൽ വർക്കും മറ്റുമൊക്കെ ചെയ്ത് ഒരു സ്ട്രക്ചർ ഉണ്ട്. ശ്രീ വേണുവിനൊക്കെ അറിയാം, ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഏറ്റവും ആവശ്യം ഒരു സ്ട്രക്ചർ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് രാഷ്ട്രീയം പറയാനും മറ്റു രാഷ്ട്രീയം സമ്പർക്കം നടത്താനൊക്കെ ഈസിയാണ്. അപ്പൊ ആ ലെവലിലേക്കുള്ള ഒരു ദൗത്യത്തിലാണ് അദ്ദേഹം ഇപ്പൊ നടന്നുകൊണ്ടിരുന്നത്. അപ്പം വേറെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കൾ ഇല്ല എന്ന് പറയുന്നതുകൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹം മാത്രമാണ് വൺ മാൻ ആർമി എന്ന് പറയുമ്പം നമ്മൾ കാണേണ്ട ഇതേപോലത്തെ ഉള്ള ഒരു എക്സ്പെരിമെന്റ് സക്സസ്ഫുൾ ആയിട്ട് നടന്നത് ഡൽഹിയിലാണ്, ആം ആദ്മി പാർട്ടിയിലാണ്. ആം ആദ്മി പാർട്ടിയിലും ശ്രീ അരവിന്ദ് കെജ്രിവാളും മറ്റുള്ള ആളുകളൊന്നും വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ആളുകളല്ലായിരുന്നു. പക്ഷെ അവര് ഡൽഹി സ്റ്റേറ്റിന്റെ ഒരു സമയത്ത് തൂത്തുവാരിയിരുന്നു. എന്തുകൊണ്ടായിരുന്നു? ഒരു വലിയ രീതിയിലുള്ള ഒരു പെർസെപ്ഷൻ അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അതായത് ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു ആം ആദ്മി സാധാരണക്കാരുടെ ആളുകളായി പാർട്ടിയായി മാറും, ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ കറപ്ഷൻ ഇല്ലാതാവും, അങ്ങനെ ഞങ്ങൾക്കൊരു ചാൻസ് വേണം എന്നുള്ള രീതിയിലേക്ക് ആ ഒരു ഐഡിയ അവർക്ക് സെല് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് അവർക്ക് വന്നു. അത് വേറൊരു കാര്യമാണ്, പിന്നീട് അവർ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മളെല്ലാം കണ്ടതാണ്. പക്ഷെ അതേപോലെയുള്ള ഒരു ഐഡിയ സെല്ല് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് ശ്രീ വിജയ് നടത്തുന്നത്. അത് ഏറ്റവും വലുത് ആയിട്ട് അവരെ ഏറ്റവും വലിയ അതിന്റെ ഒരു തടസ്സം നിൽക്കേണ്ടത് DMK പാർട്ടിയുടെ ആവശ്യമായിരുന്നു.
ആ DMK പാർട്ടിയുടെ ആവശ്യം ഉണ്ടായിട്ടാണ് ഇന്ന് അവര് രചിച്ച സ്ക്രിപ്റ്റ് പോലാണ് ഇന്ന് അവിടെ വന്ന് നിൽക്കുന്നത്. നമ്മളെ തന്നെ ഈ ബഹുമാനപ്പെട്ട പാനലിസ്റ്റ് പോലും പറയുന്നത്, അതായത് ഇതുകൊണ്ട് ഏകദേശം ശ്രീ വിജയന്റെ കരിയർ അവസാനിപ്പിച്ചു, പൊളിറ്റിക്കൽ കരിയർ അവസാനിപ്പിച്ചു എന്ന് പറയും. പക്ഷെ ഞാൻ അതിനെ കാണുന്നത് അത് നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കില്ല. കാരണം ഇപ്പോഴും ജനങ്ങള് വിജയനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക് വന്നിട്ടില്ല. വലിയ രീതിയിലുള്ള ഒരു പബ്ലിക് ഔട്ട്ക്രൈ വിജയന്റെ അഗേൻസ്റ്റ് ആയിട്ട് വന്നില്ല. പലരും സങ്കടവും മറ്റു കാര്യങ്ങളും ഉണ്ടെങ്കിലും നമ്മൾ ഇങ്ങനത്തെ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു പബ്ലിക് ഔട്ട്ക്രൈ വന്നിട്ടില്ല. അതിനകത്ത് മെയിൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗവൺമെന്റിന്റെ അഗേൻസ്റ്റ് ആയിട്ട് ഒരു സെന്റിമെന്റ് ഉണ്ട്. പോലീസ് അവിടെ കൃത്യമായിട്ട് പ്രവർത്തിച്ചില്ല എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. അതിനകത്ത് ഇപ്പൊ 500 എന്നുള്ള ഫിഗർ അവർ പറയുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം അത് ഒഫീഷ്യൽ 500 ആയിരിക്കും. ഈ 500 അവിടെ കാണത്തില്ല. വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു കാരണവശാലും വേണ്ട നടപടികൾ അവരെടുത്തില്ല. അവർ മുൻകൂട്ടി കണ്ടിരുന്നു ഇങ്ങനൊരു സംഭവം നടക്കുന്നു, അവർ തടഞ്ഞില്ല. അവരവിടെ ഉണ്ടായിരുന്നു. ദേഖോ, 2 കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാകുന്നത്. ഒന്ന്, മനഃപൂർവ്വമായിട്ട് വിൽഫുൾ ആയിട്ട് മാറി നിൽക്കുക. അതായത് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്തില്ലെങ്കിൽ വിൽഫുൾ നെഗ്ലിജൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഞാൻ മനഃപൂർവ്വമായിട്ട് ചെയ്യാതിരിക്കുക. എന്റെ ബലമായ സംശയവും ഞങ്ങൾ ഉന്നയിക്കുന്ന ആരോപണവും ഇത് തന്നെയാണ്. അതായത് അവിടെ ആരുടെയൊക്കെയോ നിർദ്ദേശപ്രകാരം അഡ്മിനിസ്ട്രേഷൻ, പ്രത്യേകിച്ച് പോലീസ്, വിൽഫുൾ നെഗ്ലിജൻസ്, അതായത് മനഃപൂർവ്വമായിട്ട് ചില നടപടികൾ സ്വീകരിച്ചില്ല. ഇങ്ങനെ ഒരു ദുരന്തം വരുന്നെങ്കിൽ വന്നോട്ടെ, അതുകൊണ്ട് വിജയ് എന്നുള്ള പൊളിറ്റീഷ്യൻ കം ആക്ടറിന്റെ കരിയർ അവിടെ വെച്ച് അവസാനിക്കാൻ പോകുന്നു എന്ന് ആഗ്രഹിച്ച് രീതിയിൽ തന്നെയാണ് നമ്മൾ കാണുന്നത്. കാരണം അത് കഴിഞ്ഞിട്ടുള്ള ആക്ഷൻസ് എല്ലാം അങ്ങനെയാണ് കാണുന്നത്. അതായത് വളരെ പെട്ടെന്ന് തന്നെ അവിടുത്തെ ലോക്കൽ MLA അവിടെ എത്തുന്നു, ചില മന്ത്രിമാർ അവിടെ എത്തുന്നു, ചില മന്ത്രിമാർ വളരെ എന്താ പറഞ്ഞ ഇമോഷണൽ ആയിട്ട് കരയുന്ന നമ്മൾ കണ്ടു. അതിലേക്ക് വിഷ്വൽസ് വരുന്നു. ചീഫ് മിനിസ്റ്റർ CM ശ്രീ സ്റ്റാലിൻ അവിടെ എത്തുന്നു. അപ്പം ശ്രീ വിജയനെ സംബന്ധിച്ചുള്ള ആ പൊളിറ്റിക്കൽ ഇമ്മച്യൂരിറ്റി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ലാക്ക് ഓഫ് എക്സ്പീരിയൻസ് എന്നാണെങ്കിൽ പറയാം. അദ്ദേഹത്തിന് ആ എക്സ്പീരിയൻസ് ഇല്ലാതെ അദ്ദേഹം അവിടുന്ന് ഉടനെ തന്നെ വിട്ടു. ആരോ അദ്ദേഹത്തിന് അഡ്വൈസ് ചെയ്ത് കാണും, അതുകൊണ്ട് അത് പോയി. അതിനെ ഒന്നും ഞാൻ ന്യായീകരിക്കുന്നില്ല. ശ്രീ വിജയ് ചെയ്ത കാര്യങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ പാർട്ടീസ് ചെയ്ത കാര്യങ്ങളോ ഒന്നും ഞാൻ ന്യായീകരിക്കുന്നില്ല. പക്ഷെ ഈ ചെയ്യേണ്ട കാര്യം അത് മാൻഡേറ്റഡ് ആയിട്ടുള്ളത് അവിടുത്തെ അഡ്മിനിസ്ട്രേഷനാണ്. ആ അഡ്മിനിസ്ട്രേഷൻ DMK ഗവൺമെന്റിനാണ്. അവരാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഉത്തരവാദി. അവരത് മനഃപൂർവ്വം തന്നെ ചെയ്ത് എന്നുള്ള കാര്യത്തിലേക്ക് ധാരാളം ചോദ്യങ്ങളും ധാരാളം ചൂണ്ടുവരലുകൾ അങ്ങോട്ട് പോകുന്നുണ്ട്. അതിന് വരും ദിവസങ്ങളിലേക്ക് നമുക്ക് ഉത്തരം കിട്ടും. ഇപ്പൊ ഞാനൊരു കോൺസ്പിറൻസി ആംഗിൾ ഒന്നും പറയുന്നില്ല. പക്ഷെ തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരു ഉത്തരം DMK ഗവൺമെന്റിന് നൽകേണ്ടി വരും.